ഇപ്പോൾ ഡിഫൻസ് പി ആർ ഒ മിസ്റ്റർ കമാൻഡർ അതുൽ പിള്ള നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ അതുൽ പിള്ളൈ. യഥാർത്ഥത്തിൽ ഈ കപ്പലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കും അതുപോലെ എറണാകുളം തീരത്തേക്കും ഒക്കെ കൊച്ചി തീരത്തേക്കും ഒക്കെ അടുക്കുന്നു എന്ന വാർത്ത വരുന്നു. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമുള്ളതാണ് എന്നുകൂടി താങ്കൾക്ക് പറയാമോ? as of now കണ്ടെയ്നേഴ്സിനകത്ത് എന്തുവാ ഉള്ളതെന്നുള്ള അതിന്റെ നോളേജ് ആ ഷിപ്പിംഗ് കമ്പനിക്കോ അതല്ലെങ്കിൽ ടു സം എക്സ്റ്റെന്റ് DG ഷിപ്പിംഗ് മൈറ്റ് ബി ഹാവിംഗ് അതിനകത്ത് എന്തോ ഉള്ളത്. ബിക്കോസ് അതിനകത്ത് ഒരു കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ചില കണ്ടെയ്നേഴ്സിനകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് ആയിരിക്കും, ചില കണ്ടെയ്നേഴ്സിനകത്ത് ഖാലി ആയിരിക്കും, ചില കണ്ടെയ്നേഴ്സിനകത്ത് എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഗുഡ്സ് ആയിരിക്കും. സോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആവും. ഇപ്പൊ വെയിറ്റ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അത് നേരെ സിങ്ക് ആയി പോകും. കുറച്ച് വെയിറ്റ് ഇല്ലാത്ത കണ്ടെയ്നേഴ്സ് അതിൽ എയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലൈമറ്റിക് കണ്ടീഷൻ ഫോർ കറന്റ്, വെതർ, വിൻഡ് ഇതൊക്കെ വെച്ച് ചിലപ്പോൾ കരയിലോട്ട് അടുക്കും. ഈ റവന്യൂ മന്ത്രി രാജൻ രാവിലെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് പോകരുത് എന്നൊക്കെയുള്ള രീതിയിൽ ജാഗ്രതകൾ പാലിക്കാൻ വേണ്ടി ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇതിനകത്ത് എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്നാണ് നമ്മുടെ ആൾക്കാരോട് പറയുക? എനിത്തിങ് വിച്ച് ഇസ് മീൻസ് ഒരു കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അലോങ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ ഇത് യു ഷുഡ് ഓൾവേസ് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യും. ലെറ്റ് ദം കം ആൻഡ് സീ അതിനകത്ത് എന്തോ വന്ന് അവർ അത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ടേക്ക് ഫർദർ ആക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതോറിറ്റീസിനെ അറിയിക്കും ഇങ്ങനെ കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ. ദെൻ അതോറിറ്റീസ് വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് വി ക്യാൻ ടേക്ക് ഫർദർ ആക്ഷൻ. ഈ ഫർദറായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ പ്രതിരോധ വിഭാഗം എടുക്കുന്ന മുൻകരുതലുകൾ കൂടി താങ്കൾക്ക് സൂചിപ്പിക്കാമോ? നേവിക്കും കോസ്റ്റ് ഗാർഡും രണ്ട് ഒബ്ജക്റ്റീവ് ആയിരുന്നു മെയിൻലി വെൻ വി സ്റ്റാർട്ടഡ് ദിസ്. ഫസ്റ്റ് പ്രയോറിറ്റി വൺ വാസ് റെസ്ക്യൂ ദി ക്രൂവിനെ എന്തൊക്കെ വന്നാലും റെസ്ക്യൂ ചെയ്യണമെന്നായിരുന്നു ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, വിച്ച് ദി കോസ്റ്റ് ഗാർഡ് ഇനീഷ്യലി ചെയ്തു. പിന്നെ ഒരു മെർച്ചന്റ് ഷിപ്പും ഇനീഷ്യലി മെർച്ചന്റ് ഷിപ്പ് ഒരു 9 പേര് രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. അപ്പോഴും 3 ക്രൂ ഓൺ ബോർഡ് ഷിപ്പിലുണ്ട്. അപ്പൊ ഈ 3 ക്രൂ അവിടെ നിന്ന് തന്നെ ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദി കമ്പനി അവര് ഓരോന്ന് ആക്ഷൻസ് ചെയ്യുവാണ്. സോ ദേ ഓൾസോ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ദ ഷിപ്പ് സങ്ക്. അങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഇടയ്ക്ക് കമ്പനിയുടെ വേറൊരു ഷിപ്പും വന്നിട്ട് ആ ഷിപ്പിനെ ടോ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. സോ അപ്പൊ അതിന് നേവിയുടെ സഹായം ചോദിച്ചായിരുന്നു. നേവി എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ആ സപ്പോർട്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ദ ഷിപ്പ് വാസ് ഫർദർ സബ്മേർജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു വിച്ച് വാസ് ഡേഞ്ചറസ് ഫോർ ദ 3 ക്രൂ. അപ്പൊ ആ 3 ക്രൂവിനെ കൂടെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി INS സുജാത എന്ന് പറഞ്ഞ ഷിപ്പ് പോയി. ആ ഷിപ്പ് പോകുന്ന സമയത്ത് തന്നെ അതിന് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന്റെ ഇടയ്ക്കൂടെ ഒരു ഷിപ്പ് പോകുന്ന അഗൈൻ ഡേഞ്ചറസ് മെനൂവറിംഗ് ബൈ ദ സിഒസ്. സോ അപ്പൊ ഈ 3 സിഒയുടെ ക്യാപ്റ്റൻസും ക്രൂവും ഒരു നോർമൽ സീ അല്ല, റഫ് സീ, വേവ്സും ഉണ്ട്, കറണ്ട് ഉണ്ട്, വിൻഡ് ഉണ്ട്, മഴയുണ്ട്, വിസിബിലിറ്റിയും കുറവാണ്. സോ ഇൻ ദാറ്റ് ഇറ്റ്സ് എ തിങ് അറ്റ്ലീസ്റ്റ് എല്ലാവരെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് ടു സീ പൊല്യൂഷൻ റെസ്പോൺസ്. സോ സക്ഷം എന്ന് പറഞ്ഞ ഷിപ്പ് പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയിരിക്കുന്നത് ഓൾറെഡി. അപ്പൊ അവർ ഓൾറെഡി ഇനി തിരിച്ച് അവിടെ തന്നെ നിൽക്കും ആൻഡ് അസസ് ഈ പൊല്യൂഷൻ എത്ര ഉണ്ട്. പിന്നെ കണ്ടെയ്നേഴ്സ് അതൊക്കെ കമ്പനിയും ഹാസ് ടു ആൻസർ. ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ദാറ്റ്. താങ്ക് യു ശ്രീ അതുൽ പിള്ളൈ. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയാണ് സംസാരിച്ചത്. എന്തായാലും നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഈ കണ്ടെയ്നറിലൊക്കെ ഉള്ള സാധനം എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അത് കമ്പനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഡിഫൻസ് PRO പറഞ്ഞത്. ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ്. ഇത് ആലപ്പുഴയിലേക്കൊക്കെ ഇത് വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബാക്കി ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറുകൾ കൂടി നമ്മുടെ കടലിൽ ഒഴുകി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് എന്ത് നടപടികൾ എടുക്കും എന്നുള്ള കാര്യം വരുന്ന മണിക്കൂർ നമുക്ക് പറയാൻ കഴിയും.